5.4 ആണ്. എവരി ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ഹാസ് ആൻ ഐഗൻ വാല്യൂ. ഏതൊരു ലീനിയർ ഓപ്പറേറ്റർ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ കോംപ്ലക്സ് വെക്ടർ സ്പേസിൽ എടുത്താലും അതിനൊരു ഐഗൻ വാല്യൂ ഉണ്ടായിരിക്കുമെന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, ലെറ്റ് ക്യാപിറ്റൽ വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n ഓവർ സി. ലെറ്റ് ടി ഫ്രം വി ടു വി ബി എ ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, ഏതൊരു ലീനിയർ ഓപ്പറേറ്ററിനും ഒരു ഐഗൻ വാല്യൂ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടി എന്ന് പറയുന്ന ഒരു ഐഗൻ ലീനിയർ ഓപ്പറേറ്റർ എടുത്ത് ലെറ്റ് എക്സ് ബി എ നോൺ സീറോ വെക്റ്റർ ഇൻ ക്യാപിറ്റൽ വി. ക്യാപിറ്റൽ വിയിലുള്ളൊരു നോൺ സീറോ വെക്ടറാണ് എക്സ് എന്ന് വിചാരിക്കുക. ദ ലിസ്റ്റ്. അപ്പം നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എവരി ലീനിയർ ഓപ്പറേറ്റർ ആണ് ഫൈനൈറ്റ് ഡയമെൻഷൻ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഐഗൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാത്തിനും ഐഗൻ വാല്യൂ ഉണ്ടാകും എന്നൊക്കെയുള്ള ഡൗട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പം അങ്ങനെ അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്ന ഒരു തിയറമാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, കോംപ്ലക്സ് വെക്ടർ സ്പേസിലായിരിക്കണം ആ ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഐഗൻ വാല്യൂ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വെക്ടർ സ്പേസ് ഡയമെൻഷൻ n ഓവർ സി എടുത്തു. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു. എക്സ് എന്ന് പറയുന്ന വിയിലുള്ളൊരു വെക്ടറാണ്. അപ്പം എക്സ് എടുക്കുന്നു. ടി അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടി എക്സ് കിട്ടും. ഒന്നുകൂടെ ടി അപ്ലൈ ചെയ്യുമ്പോൾ ടി സ്ക്വയർ കേട്ടോ, അവിടെ ടി എക്സ് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ടി സ്ക്വയർ എക്സ് കിട്ടും. ഒന്നുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ടി ക്യൂബ് എക്സ് കിട്ടും. അങ്ങനെ എക്സെട്രാ ടി റൈസ് ടു എൻ എക്സ് വരെ കിട്ടുന്നു. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? n+1 വെക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ലീനിയർലി എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം വിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ n ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. n ഡയമെൻഷനുള്ള ഒരു വെക്ടർ സ്പേസിനകത്തിൽ n+1 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. അതിനപ്പുറം ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്താവും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. സോ അപ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് a0 a1 എക്സെട്രാ an എന്ന് പറയുന്നത് കുറേ കോൺസ്റ്റൻറ്റുകൾ കിട്ടും. നോൺ സീറോ, എല്ലാ സീറോ ആകത്തില്ല ഒരേ സമയം. സച്ച് ദാറ്റ് a0 xa പ്ലസ് a1 txa പ്ലസ് എക്സെട്രാ പ്ലസ് an t റൈസ് ടു n = 0. അതായത് ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ കണ്ടീഷനാണ്. നമ്മളൊരു ലീനിയർ കോമ്പിനേഷൻ = 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന എല്ലാ കോഎഫിഷ്യൻറ്റും 0 ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ പറയാം, ലെറ്റ് കെ ബി ദ മാക്സിമം ഇൻഡെക്സ് സച്ച് ദാറ്റ് എ കെ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എ കെ നോട്ട് ഈക്വൽ ടു 0 വരുന്ന മാക്സിമം ഇൻഡെക്സ് എന്ന് പറയുന്നത് കെ ആണ്. ദാറ്റ് ഈസ് ഇഫ് എ ജെ നോട്ട് ഈക്വൽ ടു 0 ദെൻ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പം എ കെ നോട്ട്, അതായത് ഇതിനകത്ത് കുറേ എണ്ണം നോൺ സീറോ വരുമെന്ന് പറഞ്ഞല്ലോ. അതിനകത്തിലെ നോൺ സീറോ വരുന്നതിൽ ഏറ്റവും മാക്സിമം എ കെ ആണ്. അതിനപ്പുറം വരുന്ന എല്ലാം സീറോ ആണെന്ന് ദാറ്റ് ഈസ് ഇഫ് എ ജെ നോട്ട് ഈക്വൽ ടു 0. അത് നോൺ സീറോ വരുന്ന ഏറ്റവും മാക്സിമം ഇൻഡെക്സ് എ കെ. അതിന് ശേഷം വരുന്ന കോൺസ്റ്റൻറ്റുകളെല്ലാം സീറോ ആണ്. അതായത് ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ വന്നു കഴിഞ്ഞാൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും എന്നർത്ഥം. അതിൽ താഴെ ആയിരിക്കും. ഇനി പി ഓഫ് ടീനെ നമ്മൾ a0 a പ്ലസ് a1 t പ്ലസ് എക്സെട്രാ പ്ലസ് ak t റൈസ് ടു k എന്ന് എഴുതി. കാരണം എന്താ? അതിന് ശേഷം വരുന്ന കോൺസ്റ്റൻ്റ് എല്ലാം സീറോ അല്ലേ. ദെൻ പി ഓഫ് ക്യാപിറ്റൽ ടി കൊടുക്കുന്നു സ്മോൾ ടിയുടെ സ്ഥാനത്ത്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? അതായത് പോളിനോമിയലിനകത്തോട്ട് ഓപ്പറേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് മാത്രമുള്ള ടേമിൻ്റെ കൂടെ ഐ കൊടുക്കണം, എന്നാലേ അതൊരു ഓപ്പറേറ്റർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ a0 i പ്ലസ് a1 t പ്ലസ് എക്സെട്രാ പ്ലസ് ak t റൈസ് ടു k. ആൻഡ് പി ഓഫ് ടി ഓഫ് എക്സ് എന്താണ്? ഈക്വൽ ടു 0 ആണ്. കാരണം നമുക്ക് മേളിൽ പി ഓഫ് ടിയുടെ വാല്യൂ ഇത് ഈക്വൽ ടു എന്താണ്? പി ഓഫ് ടി a0 x പ്ലസ് a1 tx പ്ലസ് എക്സെട്രാ പ്ലസ് an t റൈസ് ടു n അല്ലേ ഈക്വൽ ടു 0. ആ 0 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പി ഓഫ് ടി എന്താ പറയുക, പി ഓഫ് ടി ഇട്ട് കൊടുക്കുമ്പോഴും അതേ സാധനം തന്നെയാണ് ഈ കിട്ടുന്നത്. അപ്പോൾ അത് 0 ആണെങ്കിൽ പി ഓഫ് ടി ഓഫ് എക്സ് = 0 എന്ന് കിട്ടും. ബൈ പ്രൊപ്പോസിഷൻ 5.1 അനുസരിച്ച് നമുക്കതിനെ കോംപ്ലക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ് പ്രൊപ്പോസിഷൻ പറഞ്ഞത്. അപ്പോൾ എ കെ ഇൻറ്റു ടി മൈനസ് ലാംഡ 1 ഇൻറ്റു ടി മൈനസ് ലാംഡ 2 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു ടി മൈനസ് ലാംഡ കെ എന്ന് എഴുതാം. ദെൻ എ കെ ഇൻറ്റു ടി മൈനസ് ലാംഡ 1 ഐ ഇൻറ്റു ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി മൈനസ് ലാംഡ 2 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു ടി മൈനസ് ലാംഡ കെ ഐ ഓഫ് എക്സ് = പി ഓഫ് ടി ഓഫ് എക്സ് = 0 എന്ന് കിട്ടും. ഓക്കെ, സിൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് പി ഓഫ് ടി ഈസ് നോട്ട് ഇൻജക്റ്റീവ്. ഇത് ഓഫ് എക്സ് പി ഓഫ് ടി ഓഫ് എക്സ് = 0 എന്ന് കിട്ടുന്നു. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 0, സിൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് നമ്മൾ നോൺ സീറോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പി ഓഫ് ടി എന്ന് പറയുന്നത് പി ഓഫ് ടി ഓഫ് എക്സ് = 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് നോൺ സീറോയും ആണ്. അപ്പോൾ പി ഓഫ് ടി എന്തല്ല? ഇൻജക്റ്റീവ് അല്ല. ഹെൻസ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ടി മൈനസ് ലാംഡ 1 ഐ
എക്സ്ട്രാ ടി മൈനസ് ലാംഡ കെ ഈസ് നോട്ട് ഇൻജക്റ്റീവ്. അപ്പോൾ പി ഓഫ് ടി ഇൻജക്റ്റീവ് അല്ലെന്ന് പറയുമ്പോൾ അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫാക്ടറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ഇൻജക്റ്റീവ് അല്ല. ദെയർ ഫോർ അറ്റ്ലീസ്റ്റ് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇൻജക്റ്റീവ് അല്ല എന്ന് പറയുമ്പം ടി മൈനസ് ലാംഡ ഇൻജക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ അതിൻ്റെ ഐഗൻ വാല്യൂ ആണെന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇൻജക്റ്റീവ് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഗൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഐഗൻ വാല്യൂ ഉണ്ടെന്നാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത നോട്ട് ലീനിയർ ഓപ്പറേറ്റർ ആണ് ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് നീഡ് നോട്ട് ഹാവ് ആൻ ഐഗൻ വാല്യൂ ഈവൻ ഇഫ് അത് അണ്ടർഗോയിങ് സ്പീഡ് ഇസ് സി. അപ്പോൾ അത് അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ നമുക്ക് തൽക്കാലം അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ് ലീനിയർ ഓപ്പറേറ്റർ. അത് നോക്കാം നമുക്ക്. ടി ഓഫ് എ ബി എന്ന് പറയുന്നത് ബി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ടി എ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു എ ബി ആണല്ലോ ഐഗൻ വാല്യൂ ആണ്, അങ്ങനെയാണല്ലോ കിട്ടേണ്ടത്. ഈക്വൽ ടു ബി എന്നാണ് എൻ്റെ ഇമേജ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ലാംഡ ഇസിക്കൽ ബി, ലാംഡ ബി ഇസിക്കൽ എ എന്ന് കിട്ടും. 1 × 2 കൊടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ എ ബി ഈസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. ലാംഡ സ്ക്വയർ ഇക്കൽ 1 എന്ന് കിട്ടും. ലാംഡ പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. ഇനി ലാംഡ ഇൻറ്റു എ ബി ഇസിക്കൽ ബി എക്കകത്ത് ഈ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? -1 × എ ബി ഇസിക്കൽ ടു ബി എ, -a, -b ഇസിക്കൽ ടു ബി എ എന്ന് കിട്ടും. -a ഇസിക്കൽ ടു ബിയും ആൻഡ് -b ഇസിക്കൽ ടു എ എന്നും കിട്ടും. ഇനി ലെറ്റ് എ ഇസിക്കൽ 1 ആൻഡ് ബി ഇസിക്കൽ ടു -1 നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞപ്പം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി 1 × എ ബി എ എന്ന് കൊടുക്കുന്നു. എയും ബിയും ഈക്വലാണെന്ന് അതിൻ്റെ അർത്ഥം. പുട്ട് എ ബി ഈക്വൽ ടു 1. ഇതേപോലെ ഒരു കണ്ടീഷനാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്ത് അങ്ങ് എഴുതിയാൽ മതി, എയും ബിയും ഒക്കെ.